നമസ്കാരം. പ്രധാന വാർത്തകൾ. ടോൾ പ്ലാസയിലേക്ക് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറി. പന്നിയങ്കര ടോൾ പ്ലാസയിലേക്ക് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ചു കയറി. ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയ ലോറി നിന്നതോടെ വലിയ അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം. തൃശ്ശൂരിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ലോറിയാണ് നിയന്ത്രണം വിട്ട് ടോൾ പ്ലാസയിലെ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയത്. ഫിൻജാൽ ചുഴലിക്കാറ്റിനിടെ ATMിൽ നിന്ന് പണമെടുക്കാനെത്തിയ യുവാവ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. ഫിൻജാൽ ചുഴലിക്കാറ്റിനിടെ ATMിൽ നിന്ന് പണമെടുക്കാൻ ശ്രമിച്ച അതിഥി തൊഴിലാളിക്ക് ഷോക്കേറ്റ് ദാരുണാന്ത്യം. ഉത്തർപ്രദേശ് സ്വദേശിയായ ചന്ദൻ എന്ന യുവാവാണ് ചെന്നൈയിൽ ശനിയാഴ്ച ATMിന് സമീപം വൈദ്യുതാഘാതമേറ്റ് മരിച്ചത്. കനത്ത മഴയിൽ ATMിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി ഇയാൾ തെന്നി വീണ് വൈദ്യുത കമ്പിയിലായതോടെയാണ് അപകടമുണ്ടായത്. ATMിന് സമീപത്തെ വെള്ളക്കെട്ടിൽ പൊന്തിക്കിടക്കുന്ന നിലയിലായിരുന്നു ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. വടക്കൻ ചെന്നൈയിലെ മുതിയാൽപേട്ടിലെ ATMിന് സമീപത്ത് നിന്നാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ഭർത്താവിന്റെ മദ്യപാനം മാറ്റാൻ പൂജ. സ്വർണം തട്ടിയ പൂജാരി അറസ്റ്റിൽ. ഭർത്താവിന് പ്രേതബാധയുണ്ടെന്ന ഭാര്യയെ വിശ്വസിപ്പിച്ച് പൂജയുടെ മറവിൽ സ്വർണം തട്ടിയെടുത്ത കേസിൽ പൂജാരി അറസ്റ്റിൽ. നോർത്ത് പറവൂർ താണിപ്പാടം ഭാഗത്ത് തട്ടകത്ത് വീട്ടിൽ ശ്യാംശിവനെയാണ് ഞാറയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. നായരമ്പലം നെടുങ്ങാട്ടുള്ള ഗൃഹനാഥന്റെ മദ്യപാനവും കുടുംബത്തിന്റെ പ്രേതബാധയും മാറ്റുമെന്ന വ്യാജേന വീട്ടിലെത്തി പൂജകൾ നടത്തി 11.5 പവൻ സ്വർണ്ണാഭരണങ്ങളുമായി ഇയാൾ സ്ഥലം വിടുകയായിരുന്നു. പൂജകൾക്ക് മുന്നോടിയായി വീട്ടിലുള്ളവരുടെ ദേഹത്തും മറ്റും ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരി കിഴികെട്ടി വാങ്ങിയ ശേഷം 60 ദിവസം പൂജയിൽ സമർപ്പിക്കണമെന്ന് വീട്ടുകാരെ പറഞ്ഞ് ധരിപ്പിച്ച ശേഷമായിരുന്നു ഇയാൾ മുങ്ങിയത്. സംഭവം പുറത്തറിഞ്ഞാൽ ഫലം കിട്ടില്ലെന്നും ആരും ഇത് അറിയരുതെന്നും ഇയാൾ വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പൂജ കഴിഞ്ഞ് ആൾ മുങ്ങിയതോടെയാണ് തട്ടിപ്പാണെന്ന കാര്യം വീട്ടുകാർക്ക് മനസ്സിലായത്. ഗുണ്ടാസംഘവുമായി ബന്ധം. MLA അറസ്റ്റ് ചെയ്തു. കൊള്ളപ്പലിശ കേസിൽ ഗുണ്ടാസംഘവുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് MLA നരേഷ് ബല്യാനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ദില്ലി ഉത്തം നഗർ മണ്ഡലത്തിലെ MLA ആണ് നരേഷ് ബല്യാൻ. നന്ദു എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ ഗുണ്ടാസംഘം നേതാവ് കപിൽ സാങ്വാനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഒരു ബിസിനസ്സുകാരനിൽ നിന്ന് പണം തട്ടിയെടുക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പിൽ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ അന്വേഷണവും ചോദ്യം ചെയ്യലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ തർക്കം. രാജ്യഭീഷണി. CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ തർക്കം. ഏരിയ സെക്രട്ടറിയായി സജി ചെറിയാന്റെ പേര് നിർദ്ദേശിച്ച പേര് വെട്ടി. 2 ഏരിയ സെന്റർ അംഗങ്ങൾ രാജിമുഴക്കിയതോടെ പേര് പിൻവലിക്കുകയായിരുന്നു. തർക്കമുണ്ടായതോടെ 3 മുതിർന്ന നേതാക്കളെ തള്ളി യുവ നേതാവ് ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അമ്പലപ്പുഴയ്ക്ക് പുറത്തുനിന്നുള്ള നേതാവിനെയാണ് നിലവിൽ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പുതിയ ഏരിയ സെക്രട്ടറി R. രാഹുൽ DYFI കേന്ദ്ര കമ്മിറ്റി അംഗമാണ്.